प्रह्लाद उवाच ब्रह्मादयः सुरगणा मुनयोऽथ सिद्धा सत्त्वैकतानमतयो वचसां प्रवाहै नाराधितुं पुरुगुणैरधुनापि पिप्रु किं तोष्टुमर्हति समे हरिरुग्रजाते। ഹരേ കൃഷ്ണ, രാധേ രാധേ. ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവത് സ്തുതികളിൽ വളരെയധികം ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയായിട്ട് ഗുരുവായൂരപ്പൻ അവതരിച്ച സമയത്ത് ചെയ്യുന്നത്. ആ സ്തംഭം പിളർന്ന് പ്രകടായി അനായാസേന ഹിരണ്യകശിപുവിനെ, അത് ജയദേവ ഗോസ്വാമി പറയും, തവ കരകമല വരെ നഖം അത്ഭുത ശൃംഗം ദലിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവാധൃത നരഹരി രൂപ. ഹിരണ്യകശിപുവിനോട് നരസിംഹസ്വാമി യുദ്ധമൊന്നും ചെയ്യണ്ടായില്ല. ഭഗവാന്റെ പല അവതാരങ്ങളിലും ഭഗവാൻ അസുരന്മാരോട് വളരെ ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരത്തിൽ രാവണനോട്, പലരോടും. പക്ഷേ നരസിംഹസ്വാമിയോട് യുദ്ധം ചെയ്യാൻ സാമർഥ്യമുള്ളവരായിട്ട് ആരുമില്ല. അവിടുത്തെ നേർക്ക് നിൽക്കാൻ പോലും ധൈര്യമുള്ളവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഭഗവാനെ കണ്ടിട്ട് ആ സമയത്ത് ബ്രഹ്മദേവൻ, മഹാദേവൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കൂടി ദൂരെ നിന്നിട്ടാണ് സ്തുതിച്ചത്. നാരായണീയത്തിൽ മേൽപ്പത്തിൽ പറയും, വളരെ ദൂരെ നിന്നിട്ടാണ് അവിടെ സ്തുതിച്ചത്. അടുത്തേക്ക് എല്ലാനുള്ള ധൈര്യം ലക്ഷ്മി ദേവിക്ക് കൂടി ഉണ്ടായില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നരസിംഹസ്വാമിയായിട്ടൊരു യുദ്ധം ഉണ്ടാവുക എന്ന് ആരും നിരീക്ഷിക്കേണ്ട. അതങ്ങനെ സംഭവിക്കില്ല. ഹിരണ്യകശിപു അത് ചെയ്തുമില്ല. സന്ധ്യാസമയം ആകണം, അങ്ങനെ കാത്തു നിന്നു മാത്രമേ ഉള്ളൂ ഭഗവാൻ. ആ സമയത്ത് വളരെ അനായാസേന ഹിരണ്യകശിപുവിനെ വധിച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള ഉഗ്രഭാവത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനെ ശാന്തനാക്കുന്നതിന് ആർക്കും സാധിച്ചില്ല. അതായത് ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും സ്തുതിച്ചു. അതിപ്പോൾ ശ്രീമദ് ഭാഗവതം നോക്കിയറിയാം. ഓരോരുത്തരായിട്ട് ഭഗവാനെ താന്തങ്ങളുടെ രീതിയിൽ എല്ലാവരും സ്തുതിച്ചു കഴിഞ്ഞിട്ടും ഭഗവാൻ ആ ശാന്തഭാവത്തിലേക്ക് എത്തിയില്ല. ആ സമയത്താണ് ബ്രഹ്മദേവന്റെ ആജ്ഞാനുസാരം പ്രഹ്ലാദൻ ഭഗവാന്റെ സമീപത്തേക്ക് ചെല്ലുന്നതും, ഭഗവാന്റെ സമീപത്തേക്ക് ചെന്നിട്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന സമയത്ത് അതാണ് പ്രഹ്ലാദം പ്രേഷയാമാശ ബ്രഹ്മാവസ്ഥിതമന്തികെ താത പ്രശമയോപേഹി സ്വപിത്രേ കുപിതം പ്രഭും. അങ്ങനെ ബ്രഹ്മദേവൻ പ്രേരിപ്പിച്ചനുസരിച്ച് ഭഗവാന്റെ സമീപത്തേക്ക് ചെന്നു. എങ്ങനെയാ ചെന്നത്? തഥേതി ശനകൈരാജൻ മഹാഭാഗവതോർഭക ഉപേത്യ ഭുവി കായേന നനാമ വിധൃതാഞ്ജലി. ആരാ? ഈ കുട്ടിയാണ്, അർഭകനാണ്, ബാലനാണ്. പക്ഷെ സാധാരണ ബാലന്മാരെ പോലെ ഒരാളല്ല. ശ്രീമദ് ഭാഗവതത്തില് വ്യാസദേവൻ വളരെ ഭംഗിയായിട്ട് പറയണു, ഹി വാസ് നോട്ട് ആൻ ഓർഡിനറി ചൈൽഡ്. അങ്ങനെ പിന്നെ എങ്ങനെയുള്ള ആളാണ്? വളരെ ഗംഭീരമായിട്ടുള്ള വിശേഷണമാണ് കൊടുത്തിട്ടുള്ളത്. അർഭകനാണ്, ബാലനാണ്. എങ്ങനെയുള്ള ബാലൻ? മഹാഭാഗവതോർഭക, മഹാഭാഗവതനായിട്ടുള്ള അർഭകൻ. ആരാ ഭാഗവതൻ? ഭാഗവതൻ ഭഗവാനിൽ നിഷ്ഠയുള്ളവനാണ്, ഭഗവാനെ പ്രേമിക്കുന്നവനാണ്, ഭക്തിയോട് കൂടിയിട്ടുള്ളവനാണ് ഭാഗവതൻ. ഭഗവത് പാദാരവിന്ദങ്ങളില്, ശ്രീ ഗുരുവായൂരപ്പന്റെ തൃച്ചേവടികളില് ഭക്തി ഉള്ളവനാണ് ഭാഗവതൻ. അപ്പൊ ആ അത്തരത്തിലുള്ള ഭക്തന്മാരിൽ, അതായത് ഭക്തൻ വെച്ചാൽ എന്താ? ഭക്തൻ ഭഗവാനിൽ ആസക്തി ഉള്ളവനാണ്. ലോകത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ലോകത്തോട് ആസക്തിയുള്ള ആളുകൾ, ഭോഗാസക്തന്മാരായിട്ടുള്ള ആളുകൾ, ഇനി ഒരു കൂട്ടരെ യോഗാസക്തന്മാരായിട്ടുള്ള ആളുകൾ, മോക്ഷത്തിൽ ആസക്തിയുള്ള ആളുകൾ, ഇങ്ങനെ പല തരത്തിൽ പെടും ആളുകൾ. ഭിന്ന രുചിയാണ് ആളുകൾക്ക്. പക്ഷെ ഇതിലെ അതേപോലെ തന്നെ ഭഗവാനിൽ ആസക്തിയുള്ള കൂട്ടരുണ്ട്. യഥാർത്ഥത്തിൽ ഭക്തന്മാരതാണ് ഭഗവാനില്, ശ്രീ ഗുരുവായൂരപ്പനില്
ആസക്തിയുള്ള ആളുകൾ. ദേ സിംപ്ലി ലവ് ദ സുപ്രീം ലോർഡ്. ഭഗവാനെ പരമമായി പ്രേമിക്കുന്ന കൂട്ടർ, അവരാണ് ഭക്തന്മാർ, അവരാണ് ഭാഗവതന്മാർ. അവരിൽ എങ്ങനെയുള്ള ആളാണ് ഈ പ്രഹ്ലാദൻ? മഹാഭാഗവതോ അർഭക. സാധാരണ ഒരു ഭക്തനല്ല എന്നർത്ഥം, മഹാഭാഗവതനായിട്ടുള്ള. കാരണം ഈ നരസിംഹ അവതാരം പോലും പ്രഹ്ലാദ് മഹാരാജ് പറയും, എന്നെ രക്ഷിച്ചതും ഹിരണ്യകശിപുവിനെ വധിച്ചതും അതെല്ലാം തൻ്റെ ഭൃത്യനായിട്ടുള്ള മഹർഷിയുടെ ആ വാക്കുകളെ സത്യം ആക്കി തീർക്കുന്നതിനാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് വരികിലും പ്രഹ്ലാദ് മഹാരാജിൻ്റെ സംരക്ഷണത്തിനായിട്ട്, അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ലോകത്തെ മുഴുക്കെ ഹിരണ്യകശിപു ക്ലേശിപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ ദേവന്മാരോട് പറയുന്നുണ്ട്, എപ്പോഴാണോ എൻ്റെ ഭക്തോത്തമനായിട്ടുള്ള അവൻ്റെ പുത്രനിൽ, ആ പ്രഹ്ലാദനിൽ അവൻ ഉപദ്രവത്തെ ചെയ്യാൻ തുടങ്ങുന്നത്, ആ സമയത്ത് ഞാൻ പ്രതികരിക്കും, അതുവരെ ഞാൻ അനങ്ങില്ല എന്നാ ഭഗവാൻ പറഞ്ഞത്. അപ്പൊ പ്രഹ്ലാദ് മഹാരാജിനെ രക്ഷിക്കാൻ തന്നെയാണ്, പ്രഹ്ലാദ് മഹാരാജിന് വേണ്ടിയിട്ട് തന്നെയാണ് അത്യുഗ്രമായിട്ടുള്ള രൂപത്തോട് കൂടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ആവിർഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്, അപ്പൊ അത്രയ്ക്ക് പ്രിയപ്പെട്ട ആളാണെന്നർത്ഥം. നരസിംഹസ്വാമിയുടെ അതിഗംഭീരമായിട്ടുള്ള ഉഗ്രമായിട്ടുള്ള ആ രൂപം കണ്ടാൽ അറിയാം അദ്ദേഹത്തിന് പ്രഹ്ലാദ് മഹാരാജിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. എത്രമാത്രം ആ ഉഗ്രത മുഴുക്കെ, നരസിംഹസ്വാമിയുടെ ഉഗ്രമായ ഭാവം മുഴുക്കെ പ്രകാശിപ്പിക്കുന്നത് ഉണ്ടാക്കുന്നത് ഭയത്തെയല്ല, അഭയത്തിന്റെ പരമമായ പ്രകാശമാണ് ആ രൂപം. ഭയത്തെ പിച്ചു ചീന്തി കളയുകയാണ്. അതാണ് നരസിംഹസ്വാമിയുടെ രൂപം. ഹിരണീശ്വരന്റെ മാരടം പിളർന്നു, അതുമാത്രമല്ല, ഭയത്തെ തീർത്തും പിളർന്ന് അഭയത്തെ നൽകുന്ന പരമാനന്ദരസ സ്വരൂപനാണ് അവിടുന്ന്. പരമ അഭയങ്കരനായിട്ടുള്ള ആളാണ് നരസിംഹസ്വാമി. അർജുനനെ മുൻനിർത്തിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഭഗവത്ഗീത എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപദേശിച്ചു. അതേപോലെ പ്രഹ്ലാദനെ മുൻനിർത്തിക്കൊണ്ട് സകല ചരാചരങ്ങളുടെയും ഭയത്തെ പിച്ചു ചീന്തി കളയുന്നതിന് വേണ്ടിയിട്ട് അത്യുഗ്രമായ രൂപത്തോടു കൂടി സ്തംഭം വിളർന്ന് പുറത്തേക്ക് പ്രകടമായതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്യത്ഭുതമായിട്ടുള്ള ആ രൂപം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സമീപത്തേക്ക് മഹാഭാഗവതനായിട്ടുള്ള ആ അർഭകന ബാലൻ എത്തിയിട്ട് ഉപേത്യ ഭുവി കായേന നനാമ വിധൃതാഞ്ജലി. തൻ്റെ കൈകൾ താമരമൊട്ടുപോലെ കൂപ്പി അഞ്ജലിബദ്ധനായിട്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ആ ഭൂതലത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് കിടന്നു. ആ സമയത്താണ് നരസിംഹസ്വാമി നോക്കി. അത്യുഗ്രമായിട്ടുള്ള രൂപമാണ്, ആകാശം പോലും അതിക്രമിക്കുന്ന തരത്തിൽ അതിഗംഭീരമായിട്ടുള്ള രൂപമാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ താഴേക്ക് നോക്കി. ഭഗവാന്റെ ആ കണ്ണുകൾ നേരെ തൻ്റെ കാൽച്ചുവട്ടിലേക്ക് വന്നു. എന്തോ ഒന്ന് തൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് വീണുവല്ലോ. എന്താണെന്നൊന്ന് നോക്കി ഗുരുവായൂരപ്പൻ. ഒരു തുളസീദളം പോലെ, അല്ലെങ്കിൽ എന്താ ഹൃദ്യമായ ഒരു താമരപ്പൂവ് തൻ്റെ കാൽക്കൽ പതിച്ചതുപോലെ വളരെ മൃദുലമായ സുശീതളമായ എന്തോ ഒന്ന് തൻ്റെ കാൽക്കൽ വീണുവല്ലോ എന്ന് ഭഗവാൻ ഇങ്ങോട്ട് നോക്കി, താഴേക്ക് നോക്കിയ സമയത്ത് കണ്ടു ആ ഉരുട്ടി മിഴിച്ച കണ്ണുകളെ. മേൽപ്പത്തൂർ പറയും തപ്തസ്വർണ്ണ സവർണ ഘൂർണത അതിരൂക്ഷാക്ഷം. ആ ഉരുട്ടി മിഴിച്ച് എന്താ സ്വർണം ഉരുകി തിളയ്ക്കുന്നത് പോലെ അതിതീക്ഷ്ണമായിട്ടുള്ള കണ്ണുകളെ കൊണ്ടാണ്, ആ കണ്ണുകൾ ഉരുട്ടി മിഴിച്ച് തന്നെയാണ് താഴേക്ക് നോക്കിയത്. തൻ്റെ കാൽച്ചുവട്ടിൽ എന്തോ വന്ന് വീണു, എന്താ എന്ന് നോക്കി. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ. അപ്പോഴാണ് കണ്ടത് ആരാ തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്നത്? അർഭകൻ, ആ മഹാഭാഗവതനായിട്ടുള്ള തന്നെ എന്താ ഈ നരസിംഹസ്വാമിയെ, അത്യുഗ്രരൂപിയായിട്ടുള്ള ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പനെ തൻ്റെ ഹൃദയകമലത്തിൽ കൊണ്ടു നടക്കുന്ന, ഒരു പോറല് പോലും ഏൽപ്പിക്കാണ്ട് ഹിരണ്യകശിപു പലതരത്തിൽ ഉപദ്രവിക്കാൻ നോക്കി, ഭഗവാനെ ഭജിക്കാതിരിക്കാൻ, ഭഗവത് ഭജനത്തിൽ നിന്ന് വിരമിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ പ്രേരിപ്പിച്ചു, പലതരത്തിൽ
എന്താ ഉപദ്രവിച്ചു. പക്ഷേ തൻ്റെ ഹൃദയത്തിൽ ആ ഗുരുവായൂരപ്പനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാണ്ട് തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് പ്രണയത്തോടു കൂടിയിട്ട്, പ്രേമത്തോടു കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ട് തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ആ അത്യുദ്ഭുത ബാലനെ ഭഗവാൻ കണ്ടു. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവ. കണ്ടപ്പോൾ എന്തായി ഗുരുവായൂരപ്പന്റെ അവസ്ഥ? ദേവ കൃപയാ പരിപ്ലുത. ഇത് വളരെ മനോഹരമായിട്ട് മേൽപ്പത്തൂര് ഈ കൃപയാ പരിപ്ലുത എന്നുള്ളത് പറഞ്ഞു. കാരുണ്യ ഭാരാകുല എന്ന് മേൽപ്പത്തൂര് പറയും ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. കാരുണ്യം കൊണ്ട് അങ്ങേറ്റം, കാരുണ്യത്തിന്റെ ഭാരം കൊണ്ട് ഗുരുവായൂരപ്പൻ അങ്ങേറ്റം ആകുലനായി പ്രഹ്ലാദനെ കണ്ടപ്പോഴേക്ക് തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു? പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉത്ഥാപ്യ. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സമയത്ത് ലക്ഷ്മി ദേവി, ബ്രഹ്മദേവൻ, മഹാദേവൻ തുടങ്ങി ഇന്ദ്രാദിദേവന്മാർ എല്ലാവരും തന്നെ, മഹർഷിമാര്, സിദ്ധന്മാർ എല്ലാവരും ദൂരെ നിന്നാ സ്തുതിക്കുന്നത്. ഒരാൾക്ക് പോലും ഗുരുവായൂരപ്പന്റെ സമീപത്തേക്ക് ചെല്ലാനുള്ള ധൈര്യമില്ല. ദൂരെ നിന്നിട്ട് എല്ലാവരും സ്തുതിക്കുന്നുണ്ട്. ഒന്ന് നേരെ നോക്കാൻ പോലുള്ള ധൈര്യമില്ല അവർക്കാർക്കും. ലക്ഷ്മി ദേവി ഒന്ന് നേരെ ചൊവ്വെ നോക്കിയിട്ട് കൂടിയില്ല ആ സമയത്ത് ഭഗവാനെ. ശാന്തനായതിനു ശേഷമാണ് നോക്കണത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ സമീപത്തേക്കാണ് ചെന്ന് വീണത്. ഭയത്തിന്റെ കണികയില്ല എന്നർത്ഥം പ്രഹ്ലാദന്. കാരണം എന്ത് മാത്രമേ ഉള്ളൂ? പ്രേമം മാത്രമേ ഉള്ളൂ. ഭയം ഉള്ളിടത്ത് പ്രേമമില്ല, പ്രേമം ഉള്ളിടത്ത് ഭയവും ഇല്ല. ഭഗവാനെ ഭയക്കാനല്ല പഠിക്കേണ്ടത്, ഗുരുവായൂരപ്പനെ ഭയക്കാനല്ല പഠിക്കേണ്ടത്. ഈശ്വര ഭയം അസുരന്മാരുടെ ഗുണം. ഈശ്വരനെ ഭയക്കാനല്ല പഠിക്കേണ്ടത്. ചില ആളുകൾ പറഞ്ഞേക്കാം ദൈവഭയം ഉണ്ടാവണം, ഈശ്വര ഭയം. ഈശ്വരൻ സ്നേഹസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണെങ്കിൽ ഈശ്വരനെ ഇതിനെ ഭയക്കണത്. നിങ്ങൾ ഈശ്വരനെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്. ഈശ്വര സ്നേഹമില്ലാത്ത അവസ്ഥയിലാണ് ഈശ്വരനോട് ഭയം ഉണ്ടാകുക. പ്രേമമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. അപ്പൊ അടുത്തേക്ക് ചെന്നു, ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ തൻ്റെ തൃക്കൈകളെ കൊണ്ട് ഉത്ഥാപ്യ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എങ്ങനെയുള്ള കൈകളാ? ഹിരണ്യകശിപുവിന്റെ മാറിടം പിളർന്ന് ആ ചുടുനിണം കൊണ്ട് അരുണവർണ്ണത്തോടു കൂടിയതായ സാന്ധ്യമേഘങ്ങളെ പോലെ ശോഭിക്കുന്ന കരതലങ്ങളാ ഭഗവാന്റെ. ആ മാറിടം പിളർന്നിട്ട് നിണരൂഷിതമായിട്ടുള്ള ആ കൈകളെ കൊണ്ടിട്ടാണ് എഴുന്നേൽപ്പിച്ചിട്ട് തച്ഛീർണ ദധാത് കരാംബുജം കാലാഹി വിത്രസ്ത ധിയാം കൃതാഭയം. എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് പ്രഹ്ലാദ് മഹാരാജന്റെ ശിരസിൽ തൻ്റെ കൈ ചേർത്തു വെച്ചു. ആ ചുവന്നു തുടുത്ത വജ്രനഖരങ്ങളെ കൊണ്ട് ഉജ്ജ്വല കാന്തിയോടുകൂടി ശോഭിക്കുന്നതായ, രത്നകങ്കണത്തെ കൊണ്ട് ശോഭിക്കുന്നതായ ആ വിരലുകളിൽ അപ്പോഴും ഉണ്ട് രത്നമോതിരങ്ങളും വിശേഷപ്പെട്ട ദിവ്യരത്നങ്ങളെ കൊണ്ട് ഖചിതമായിരിക്കുന്ന മോതിരങ്ങൾ അണിഞ്ഞിട്ടുണ്ട് ആ വിരലുകളിൽ. അതിസുന്ദരമാണ് ആ തൃക്കൈകൾ. അപ്പോഴും വജ്രനഖരങ്ങൾ ഉഗ്ര പ്രഭയോട് കൂടിയിട്ട് ശോഭിക്കുന്നുവെങ്കിലും അതില് ആ ഹിരണ്യകശിപുവിന്റെ ചുടുനിണം പുരണ്ടതാണ് എന്ന് വരികിലും ഏറ്റവും ഹൃദ്യമായ, വളരെ മനോഹരമായിട്ടുള്ള, രക്തത്തിന്റെ ഗന്ധമല്ല, ഭഗവാന്റെ കാരുണ്യത്തിന്റെ അത്യധികം സുഗന്ധം നിറഞ്ഞതായിട്ടുള്ള താമരപ്പൂ പോലെയുള്ള ആ തൃക്കരം, ചുവന്നു തുടുത്തതായിട്ടുള്ള തൃക്കരം, കരാംബുജം. അതാ പറഞ്ഞത്, കരാംബുജം, താമരപ്പൂ പോലെയുള്ള കൈയാണ്. അത് എങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം, എങ്ങനെയുള്ള ആളുകളാ ആ ഭഗവാനെ ആശ്രയിക്കണ വെച്ചാൽ കാലാഹി വിത്രസ്ത ധിയാം കൃതാഭയം. കാലാഹിയാകുന്ന, കാലമാകുന്ന കരാള സർപ്പത്തെ ഭയക്കുന്ന ആളുകൾ, സംസാര സന്തപ്തന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് അഭയത്തെ, വിശേഷിച്ച് അവർക്ക് അഭയത്തെ നൽകുന്നതാണ് ആ തൃക്കരങ്ങൾ. ആ തൃക്കരത്തെ ആരുടെ മൂർധാവിൽ സമർപ്പിച്ചു? പ്രഹ്ലാദ് മഹാരാജന്റെ ശിരസിൽ സമർപ്പിച്ചു ഭഗവാൻ. അത് കഴിഞ്ഞിട്ടാണ് ആ സ്തുതി വരുന്നത്. ഭഗവാന്റെ സമീപത്തേക്ക് എത്തിയ രണ്ട് ബാലന്മാര്, ധ്രുവന് ഗുരുവായൂരപ്പനെ സ്തുതിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നന്നായിട്ട്. ആ സമയത്ത് എന്താ ചെയ്തത്? തൻ്റെ കയ്യിലുള്ള ആ ശംഖു കൊണ്ടിട്ട് ധ്രുവന്റെ കവിളിലൊന്ന് സ്പർശിച്ചു. അപ്പോഴേക്കും ധ്രുവൻ സ്തുതിച്ചു. ഇവിടെ പ്രഹ്ലാദ് മഹാരാജ് സ്തുതിച്ച എങ്ങനെയാ? എന്തുകൊണ്ടാ? ഈ ഭഗവാന്റെ തൃക്കരം അദ്ദേഹത്തിന്റെ ശിരസിൽ സമർപ്പിച്ചത് കൊണ്ടാണ് അതിന് സാമർഥ്യം ഉണ്ടായത്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യാസദേവൻ. സ തത് കരസ്പർശധുത അഖിലാശുഭ. അതാണ്
ഭഗവാനെ എപ്പോഴേ നമുക്ക് സ്തുതിക്കാൻ സാധിക്കുള്ളൂ, എപ്പോഴേ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തോന്നുള്ളൂ, എപ്പോഴേ ഗുരുവായൂരപ്പനെ സ്തുതിക്കാൻ സാധിക്കുള്ളൂ? അശുഭങ്ങൾ നീങ്ങണം. ഇത് കേവലം ഭഗവാന്റെ ആ കരാംബുജ സ്പർശം കൊണ്ട് തത് കരസ്പർശ ധുത അഖിലാശുഭ, സകല അശുഭങ്ങൾക്കും ശമനം ഉണ്ടായി എന്ന് മാത്രമല്ല, ആരെ കണ്ടു? ആരെ മുന്നിൽ കാണുന്നുണ്ട് നേരിട്ട്? സപദ്യ അഭിവ്യക്ത പരാത്മദർശന. ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്റെ മുന്നിൽ അങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുക അത്യുഗ്രമായ രൂപത്തോട് കൂടിയിട്ട്. പക്ഷെ പ്രഹ്ലാദൻ കാൽക്കൽ വീണപ്പോഴേക്ക് എങ്ങനെയായി? പരമശാന്തനായി. കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധനി സമധ എന്ന് മേൽപ്പത്തൂര് പറയും. അപ്പൊ തന്റെ മുന്നിൽ പരമശാന്തനായി തന്റെ ആ ഭക്തോത്തമനായിട്ടുള്ള ആ ബാലനെ കണ്ട് അങ്ങേയറ്റം ആനന്ദത്തോടു കൂടി നിൽക്കുന്ന ഭഗവാനെയാണ് പ്രഹ്ലാദൻ കാണുന്നത്. അതിക്രുദ്ധനായിട്ടുള്ള ഭാവത്തിലല്ല ആ സമയത്ത് പ്രഹ്ലാദൻ കാണുന്നത് ഭഗവാന്. പരമശാന്തനായിട്ടുള്ള ആൾ. ഗുരുവായൂരപ്പനെ കവിഞ്ഞിട്ട് ഒന്നുമില്ല. ഭഗവാൻ തന്നെയാണ് സർവേശ്വരൻ. ഭഗവാനെ പലതരത്തിൽ ആളുകൾ പല രീതിയിൽ ഗുരുവായൂരപ്പനെ വിളിക്കും. ഗുരുവായൂരപ്പൻ തന്നെയാണ് പരമസത്യം, ഗുരുവായൂരപ്പൻ തന്നെയാണ് സർവേശ്വരൻ. ആ ശ്രീ ഗുരുവായൂരപ്പനെ തൻ്റെ മുന്നിൽ അഭിവ്യക്തമായിരിക്കുന്നതായ, സുവ്യക്തമായി തൻ്റെ മുന്നിൽ പ്രകാശിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവത് കരാംബുജ സ്പർശം കൊണ്ട് സകല അശുഭങ്ങളും നശിച്ചവനായിട്ട്, പിന്നെയോ തത് പാദപത്നം ഹൃദി നിർവൃതോ ദധൗ, ഭഗവാന്റെ ആ ശ്രീചരണ കമലങ്ങളെ തൻ്റെ ഹൃദയത്തിൽ ആനന്ദത്തോടു കൂടിയിട്ട്, പ്രേമ നിർവൃത്തിയോടു കൂടിയിട്ട് ഭഗവാന്റെ ശ്രീചരണ കമലങ്ങളെ തൻ്റെ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് ഹൃഷ്യത്തനു ക്ലിന്നഹൃത് അശ്രുലോചന. ഏതവസ്ഥയിലേക്ക് പോയി നാലോചിച്ചു? ഹൃഷ്യത്തനു, ദേഹാസകലം രോമാഞ്ചണ്ടായി ആനന്ദം കൊണ്ട്, പ്രേമം കൊണ്ട്. പിന്നെയോ ക്ലിന്നഹൃത്, ഹൃദയം ദ്രവീഭൂതമായി ആ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് പ്രേമാശ്രുക്കള് പൊഴിയാൻ തുടങ്ങി. ആ അവസ്ഥയിൽ ഭഗവാനെ നോക്കിക്കൊണ്ട് അസ്തൗഷീത് ഹരിം ഏകാഗ്ര മനസാ സുസമാഹിത പ്രേമഗദ്ഗതയാ വാച തന്യസ്ത ഹൃദയേക്ഷണ. ഭഗവാനെ സ്തുതിച്ചു. എങ്ങനെ സ്തുതിച്ചു? അപ്പൊ സ്തുതിക്കാൻ എന്താ കാരണം? ഭഗവാന്റെ ആ തൃക്കരം മൂർധാവിൽ സമർപ്പിച്ച് സകല അശുഭങ്ങളും പോയതുകൊണ്ട്. അപ്പൊ അങ്ങേയറ്റം എങ്ങനെയുള്ള സ്തുതി? അതാ പറഞ്ഞേ, ഏറ്റവും ഗംഭീരമായിട്ടുള്ള സ്തുതി എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെയാണ്. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. വൈ? ശ്രീമദ് ഭാഗവത്തിൽ എത്രയെങ്കിലും സ്തുതികളുണ്ട്. അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. ഈ രണ്ട് കുട്ടികളും ആലോചിച്ച് നോക്കണം. ഭഗവാനെ രണ്ട് കുട്ടികൾ, ധ്രുവന്റെ സ്തുതി. കാരണം രണ്ടുപേരും ബാലന്മാരാണ്. വലിയ വലിയ ആളുകളാ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നത്, വളരെ കേമന്മാരായിട്ടുള്ള ആളുകൾ. പക്ഷേ അവര് അവരുടേതായ രീതിയിൽ അനുഭവത്തെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ അവര് സമാർജിച്ചതായിട്ടുള്ള തപസ്സിന്റെ ബലം കൊണ്ട് പല രീതിയിലുള്ള വൈഭവത്തോട് കൂടിയിട്ടായിരിക്കും അവർ. ഇതല്ല. ഈ രണ്ടുപേരും, അത് പ്രഹ്ലാദനായിക്കൊള്ളട്ടെ ധ്രുവനായിക്കൊള്ളട്ടെ, രണ്ടുപേരും സ്തുതിക്കുമ്പോൾ അത് കേവലം ഭഗവത് പ്രഭാവം കൊണ്ടിട്ടാണ്, ഭഗവാന്റെ കാരുണ്യത്തിൽ നിന്ന് വരുന്ന സ്തുതിയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ സ്തുതിക്കുകയാണോ? ഗുരുവായൂരപ്പൻ അവരെ സ്തുതിപ്പിക്കുകയാണ്. എങ്ങനെ? പ്രേമത്തെ കൊണ്ടിട്ട്, തൻ്റെ വാത്സല്യത്തെ കൊണ്ടിട്ട്, തൻ്റെ കാരുണ്യത്തെ കൊണ്ടിട്ട്. അസ്തൗഷീത് ഹരി, ഹരിയെ സ്തുതിച്ചു. എങ്ങനെ? ഏകാഗ്ര മനസ്സ് അവിടെ എവിടെയും പോയില്ല എന്നർത്ഥം. ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന സമയത്ത് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. ആരിൽ തന്നെ നിൽക്കണം? ഭഗവാനിൽ തന്നെ നിൽക്കണം. ഏകാഗ്ര മനസ്സ, കേവലം ഭഗവാനിൽ തന്നെ ശ്രദ്ധ ഊന്നിക്കൊണ്ട്. ഏകാഗ്ര മനസ്സ സുസമാഹിത, അങ്ങേയറ്റം സമാഹിതനായിട്ട്, ഒതുക്കത്തോടു കൂടിയവനായി, വിനയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോട് കൂടിയവനായിട്ട്, ശ്രദ്ധയോട് കൂടിയവനായിട്ട്, എങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട്? പ്രേമഗദ്ഗതയാ വാച. ഹൗ വൺ ഷുഡ് ഗ്ലോറിഫൈ ദ സുപ്രീം ലോർഡ്. ഇങ്ങനെയൊക്കെ വേണം. അത് ആര് കാട്ടിത്തന്നു? മഹാഭാഗവതനായിട്ടുള്ള പ്രഹ്ലാദൻ കാണിച്ചു തന്നു. എങ്ങനെ വേണം സ്തുതിക്കാൻ? പ്രേമഗദ്ഗതയാ വാച. അതായത് നിങ്ങളുടെ പാണ്ഡിത്യം പ്രകാശിക്കുന്ന വാക്കുകളെ കൊണ്ടല്ല ഭഗവാനെ സ്തുതിക്കുക. ഭഗവാൻ അതിലുകൊണ്ട് പ്രീതനാകുകയുമില്ല. പ്രേമഗദ്ഗതയാ വാച. പ്രേമം കൊണ്ട് കണ്ഠം ഇടറുന്നുണ്ട്, ശബ്ദം ഇടറുന്നുണ്ട്.
പ്രേമഗദ്ഗതയാ വാച. പിന്നെയോ ആ സമയത്ത് തന്യസ്ത ഹൃദയേക്ഷണ, തൻ്റെ ഹൃദയവും തൻ്റെ കണ്ണുകളും ആരിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചുകൊണ്ട്, നരസിംഹമൂർത്തിയായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനില് തൻ്റെ ഹൃദയത്തെയും തൻ്റെ നേത്രങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട്, വേറെ ആരും അവിടെ എത്ര പേരുണ്ടെന്നറിയോ ആ സമയത്ത്. ലക്ഷ്മി ദേവിയുണ്ട്, മഹാദേവനുണ്ട്, ബ്രഹ്മദേവനുണ്ട്, സിദ്ധന്മാരുണ്ട്, മഹായോഗികളായിട്ടുള്ള ആളുകളുണ്ട്, ശ്രീനാരദ മഹർഷിയുണ്ട്, സനകാദികളുണ്ട്, കിന്നരന്മാരുണ്ട്, കിംപുരുഷന്മാരുണ്ട്, നാഗങ്ങളുണ്ട്. ആരാ ഇല്ലാത്തത്? സകല ആളുകളുണ്ട് അവിടെ. ഒരിടത്തേക്കും ശ്രദ്ധ പോയില്ല. തന്യസ്ത ഹൃദയേക്ഷണ, കേവലം നരസിംഹസ്വാമിയായിട്ടുള്ള ഗുരുവായൂരപ്പനെ അങ്ങനെ തന്നെ വേണം ആശ്രയിക്കാൻ. ഭഗവാന്റെ സന്നിധിയിൽ നൂറായിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ ചെന്നു, എന്താ തിരക്ക് നമ്മൾ പറയും, എന്താ തിരക്ക് അവിടെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു പലരും. ഇതൊന്നുമല്ല നമ്മൾ പോകേണ്ടത്. യു ഷുഡ് സിംപ്ലി ഫോക്കസ് ഓൺ ശ്രീ ഗുരുവായൂരപ്പൻ. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനാണ് പോകേണ്ടത്. നമ്മളുടെ മനസ്സും ഹൃദയവും സർവസ്വവും ഗുരുവായൂരപ്പൻ്റെ ശ്രീചരണ കമലങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വേണം പോകാൻ. ഭഗവാൻ മാത്രമേ ആകാൻ പാടുള്ളൂ ഉള്ളിൽ. ഭഗവാന് മാത്രമേ ഉള്ളിൽ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാവൂ. അങ്ങനെ വേണം. പ്രഹ്ലാദൻ അങ്ങനെയാണ് സ്തുതിച്ചത്. തന്യസ്ത ഹൃദയേക്ഷണ, അത്യുഗ്രമായ രൂപം എന്ന് പറയുമ്പോഴും അതിസുന്ദരമായ രൂപമാണ് നരസിംഹസ്വാമിയുടെ. ഏറ്റവും മനോഹരമായിട്ടുള്ള നരസിംഹ രൂപം എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നറിയോ? ഗുരുവായൂരമ്പലത്തിലാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും കിഴക്കനാട് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മേളിൽ ശ്രീനിവാസ അയ്യരാൽ രചിക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് നരസിംഹസ്വാമിയുടെ ഒരു ഛായാചിത്രമുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വേറൊന്നും വെച്ചിട്ടുണ്ട്. അതൊന്നും മോശമെന്നല്ല പറയണം, ഗംഭീരമാണ്. ഗുരുവായൂരമ്പലത്തിൻ്റെ 4 ഭാഗവും നരസിംഹസ്വാമിയാണ്. ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകം, ആ മതിൽക്കകം, ഭഗവാന്റെ ക്ഷേത്രം സംരക്ഷിക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ നരസിംഹസ്വാമിയാണ്. നോക്കിയോ, എല്ലാ വശത്തും ഉണ്ട്. നിങ്ങൾ കിഴക്കേണ്ട പോയാലും അതെ, പടിഞ്ഞാറ് നടയിൽ ചെന്നാലും അതെ, വടക്കേ നടയിൽ ചെന്നാലും എല്ലായിടത്തും ഉണ്ട്. ഒന്നും വേണ്ട, പഴുക്കാമണ്ഡപത്തിൻ്റെ പുറകിൽ പോലും നരസിംഹസ്വാമി ഇരിക്കണേ. നോക്കിക്കോ, സ്വർണ്ണമണ്ഡപത്തിൽ ഗുരുവായൂരപ്പൻ വന്ന് എഴുന്നള്ളി ഇരിക്കുമല്ലോ ഉത്സവ സമയത്ത്. സ്വർണ്ണമണ്ഡപം, അതിൻ്റെ പുറകിൽ നരസിംഹസ്വാമി. ആരും അത് കാണാറില്ല, മുന്നിലിരിക്കുന്ന ആളെ നോക്കാറുള്ളൂ. വേണുഗാനവിലോലനായിട്ടുള്ള രാധാരമണനായിട്ടുള്ള ഗുരുവായൂരപ്പനെ നമ്മൾ കാണുള്ളൂ. തൊട്ട് പുറകിലിരിക്കേണ്ട ആള് അത് ഗംഭീരമായിട്ട്. അതേപോലെ തന്നെ ആ പടിഞ്ഞാറേ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിൽ ചെല്ലുമ്പോൾ നോക്കിക്കോളൂ. പലർക്കും അറിയാമായിരിക്കും അത്. ഇനി അഥവാ അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിയാത്ത ആൾക്കാർ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നോക്കിക്കോളൂ. അവിടെ ചെന്ന് വിശേഷിച്ച് വളരെ സവിശേഷമായിട്ടൊരു നമസ്കാരം നരസിംഹസ്വാമിക്ക്. നിങ്ങൾക്ക് നാരായണീയത്തിലെ നരസിംഹസ്വാമി വർണ്ണിക്കണ 2 ശ്ലോകങ്ങളുണ്ട്. തപ്തസ്വർണ്ണ സവർണ ഘൂർണത അതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രതികുംഭിതാംബരമഹോജിയാൽത്തവേദം വപു വ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഡാമരം ഉത്സൽപത് വലിഭംഗ ഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോഷതോദ്ഗത നഖക്രൂരാംശു ദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനൂപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തം നാരസിംഹം വപു എന്നുള്ള ആ 2 ശ്ലോകങ്ങളെ ചൊല്ലിക്കൊണ്ട് ആ പടിഞ്ഞാറേ നടയെ നമസ്കരിക്കണം. നമസ്കരിച്ചിട്ട് നേരെ മുകളിലേക്ക് നോക്കൂ, കാണാം അതിഗംഭീരമായിട്ടുള്ള നരസിംഹരൂപം. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു നരസിംഹരൂപം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഗംഭീരമായിട്ട് അത്യുജ്വലമായിട്ടുള്ള മഹാകാരുണികനായിട്ട് അഭയങ്കരനായിട്ട് പ്രകാശിക്കുന്ന നരസിംഹസ്വാമിയുടെ രൂപം അത് ഗുരുവായൂരമ്പലത്തിൽ ഭഗവാന്റെ ആ പൊന്നു ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിലുള്ള രൂപമാണ്. അവിടെ ചെന്ന് നമസ്കരിക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഭയം ഹൃദയത്തിൽ, മനുഷ്യരില്ലേ ജീവിക്കുന്ന സമയത്ത് ഭയം ഉണ്ടാവുമല്ലോ, ആ ഭയം തോന്നുന്ന സമയത്ത് ആ രൂപം ഉള്ളിൽ കണ്ടുകൊണ്ട് നാരായണീയത്തിലെ ഈ 2 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഭയം എവിടെ പോയെന്ന് നിങ്ങൾ അറിയില്ല. പരമ അഭയങ്കരനായിട്ടുള്ള ആ ഭഗവാനെ പ്രഹ്ലാദൻ സ്തുതിച്ചു. പ്രഹ്ലാദ ഉവാച ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധ സത്വൈകതാനമതയോ വചസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാപി പിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. പ്രഹ്ലാദന്റെ ആ വിനയം അതിതിൽ വളരെ സ്പഷ്ടമാണ്. ഭക്തന്മാർക്കുള്ളതായിട്ടുള്ളൊരു ഗുണമാണ് എന്ത്? വിനയം. മഹാപ്രഭു പറയും,
തൃണാദപി സുനീചേന. വിനയം ഉണ്ടാവണം. ഗുരുവായൂരപ്പൻ തന്നെ ദുർവാസ മഹർഷിക്ക് കൊടുക്കുന്ന ഉപദേശം അതാണ് അംബരീഷ ചരിതത്തിൽ. ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം. ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്ക് അവരിൽ ഏറ്റവും പ്രകാശിക്കുന്ന ഒരു ഗുണവും അത് തന്നെയാണ്. പ്രകടമായി വിനയം അതുണ്ടാവണം. നിർമ്മലമായ ഹൃദയത്തിനുടമയാണ് പ്രഹ്ലാദൻ. അത്യധികം വിനയമുള്ളവനാണ്. ആ വിനയത്തെ വളരെ ഭംഗിയായിട്ട് പ്രകാശിപ്പിക്കുന്നു. തൻ്റെ ഹൃദയവും നേത്രങ്ങളും ആരിലാ സമർപ്പിച്ചിരിക്കുന്നത്? ഭഗവാനിലാണ്, മറ്റാരിലുമല്ല. ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധ. അത്രയും പറഞ്ഞപ്പോൾ തന്നെ എന്തായി? അവരുടെയൊക്കെ കാരുണ്യം, അവർക്കൊക്കെ അവരുടെ ആ പിഞ്ചു ബാലനോട് വാത്സല്യം വന്നു കഴിഞ്ഞു. ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധ. അവരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണ്? സത്വൈകദാനമതയോ, കേവലം സാത്വിക പ്രവൃത്തികളിൽ മാത്രം ഒഴുകിയിട്ടുള്ള ആളുകൾ, സത്വഗുണികളായിട്ടുള്ള ആളുകൾ. അപ്പൊ ഭഗവാനെ ഭജിക്കാൻ അവർക്കേ സാധിക്കുള്ളൂ. സത്വഗുണം ഉണ്ടാവണം. രജോ ഗുണികൾക്കും തമോ ഗുണികൾക്കും ഗുരുവായൂരപ്പനെ ഭജിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാത്വികമായിട്ടുള്ള ജീവിതചര്യയിൽ മുന്നോട്ട് പോകണം, സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നതിന്റെ കാര്യം അതാണ്. ഭഗവാനെ ഭജിക്കാനെങ്കിലേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ആസുരികമായ ഒരു തലത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇവരെല്ലാവരും ബ്രഹ്മദേവൻ തുടങ്ങിയിട്ടുള്ള ആളുകള്, ദേവന്മാര്, മഹർഷിമാര്, സിദ്ധന്മാര്, ഇവരൊക്കെ എങ്ങനെയുള്ള കൂട്ടരാണ്? സത്വൈകദാനമതയോ, സാത്വികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നി ഭഗവത് ഭജനത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന കൂട്ടരാണ് അവര്. ആരെ സ്തുതിക്കാൻ ശ്രമിക്കുന്നു? ഗുരുവായൂരപ്പനെ സ്തുതിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയുള്ളതാ? വജസാം പ്രവാഹൈ നാരാധിതും. എങ്ങനെയുള്ള വജസാം പ്രവാഹൈ? വാക്കുകളുടെ വാഗ്ധോരണിയെ കൊണ്ടിട്ട്, വാക്കുകളുടെ ആ സമൃദ്ധിയെ കൊണ്ടിട്ട് ഭഗവാനെ ആരാധിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയുള്ള വാക്കുകളാണ്? പുരുഗുണൈ, സകല ഗുണങ്ങളും തികഞ്ഞതായിട്ടുള്ള വാക്കുകളെ കൊണ്ടിട്ട്, ഗുണസമൃദ്ധമായിട്ടുള്ള വാക്കുകൾ. അപ്പൊ സ്തുതിക്കണ സമയത്ത് എന്തായി? കാവ്യഭംഗിയുണ്ട്, അലങ്കാരം ഒക്കെ കാവ്യത്തിന്റെ ആയിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ടല്ലോ. ഇതെല്ലാം തികഞ്ഞതായ എന്താ പറയാ, സുസ്പഷ്ടമായ സുവ്യക്തമായ ശബ്ദധോരണിയെ കൊണ്ടിട്ട്, വാഗ്ധോരണിയെ കൊണ്ടിട്ട്, ഗുണസമൃദ്ധമായിട്ടുള്ള വാഗ് പ്രവാഹത്തെ കൊണ്ടിട്ട് ആരെ സ്തുതിക്കാൻ ശ്രമിക്കുന്നു? ഗുരുവായൂരപ്പനെ. ആരൊക്കെയാ? സാധാരണ ആളുകളല്ല. ഏതൊരാളുടെ പത്നിയാണോ വാഗ്ദേവത, ഏതൊരാളുടെ സ്വാധീനത്തിലാണോ വാഗ്ദേവത, ഏതൊരാളുടെ മുഖകമലത്തിൽ നിന്നിട്ടാണോ 4 വേദങ്ങൾ പ്രകടമായത്, സകല ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ ഏതൊരാളാണോ രചിച്ചത്? ആദി ഋഷി അല്ലെങ്കിൽ ആദി കവി എന്ന് പറയുന്നത് ആരാണ്? ബ്രഹ്മദേവനാണ്. രാമായണം ആയിക്കൊള്ളട്ടെ, ശ്രീമദ് ഭാഗവതം, ഇതെല്ലാം വേദവ്യാസൻ അതൊക്കെ പകർത്തിയെടുത്തതാണ്. പിന്നീട് നമ്മൾ പറയുമ്പോൾ വേദവ്യാസ പ്രണീതം അല്ല, ഇതൊക്കെ ഉണ്ടായത് ബ്രഹ്മദേവനിലാണ്. ബ്രഹ്മദേവനാണ് ഇത് മുഴുക്കെ. അദ്ദേഹത്തിൽ നിന്നാണ് സകല പുരാണങ്ങളും, സൃഷ്ടിഭേദങ്ങൾ പറഞ്ഞ സമയത്ത് പറയുമല്ലോ, സകല പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ നിർമ്മിച്ചതാരാ, രചിച്ചതാരാ? ബ്രഹ്മദേവനാണ്. അപ്പൊ ആദി കവി അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം, പിന്നെ ദേവന്മാര്, മഹർഷിമാര്, സിദ്ധന്മാര്, ഇവരൊക്കെ ഗുണസമൃദ്ധങ്ങളായിട്ടുള്ള വാക്പ്രവാഹത്തെ കൊണ്ടിട്ട് നാരാധിതും പുരുഗുണൈരധുനാപി പിപ്രു. എന്നിട്ട് ഇപ്പോഴും ഈ നിമിഷവും, അതായത് ഇപ്പൊ ഭഗവാൻ പ്രകടമായിട്ട് നിൽക്കണ്ട, ഇപ്പോഴും അവര് സ്തുതിച്ചു കഴിഞ്ഞു. ഈ നിമിഷവും നരസിംഹസ്വാമിയെ കണ്ടിട്ട് ഇവർ ഓരോരുത്തരും സ്തുതിച്ചു. എന്നിട്ട് പോലും അവരാരും തന്നെ പരിപൂർണന്മാരല്ല ആ കൃത്യനിർവഹണത്തില്. ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത് അത് അപരിമേയമായ ഒരു കാര്യമാണ്. അത് ആർക്കും ഇപ്രകാരം എന്ന് പറഞ്ഞ് തീർത്തും അതിനെ നിശ്ചയിക്കാൻ സാധ്യമല്ല. കാരണം ഭഗവാൻ അപരിമേയനാണ്, അപ്രമേയനാണ്, പ്രമേയമാക്കാൻ സാധിക്കാത്തവനാണ്. ഭഗവാന്റെ ഗുണങ്ങളെ ആർക്ക് ഏത് രീതിയിൽ എത്ര രീതിയിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും? അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്രയും കേമന്മാരായിട്ടുള്ള ആളുകൾക്ക് അത് സാധിക്കുന്നില്ല എന്ന് വരികില് ഞാൻ എങ്ങനെ അവിടുത്തെ സ്തുതിച്ച് സന്തോഷിപ്പിക്കാനാ? ഞാൻ എങ്ങനെ അവിടുത്തെ ആരാധിക്കാനാ ഭഗവാനെ? അതാണ് പ്രഹ്ലാദൻ ചോദിക്കുന്നത്. കിം തോഷ്ടുമർഹതി, ഞാൻ എങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കും? എനിക്ക് അതിനുള്ള സാമർഥ്യമുണ്ടോ? അത് വിശേഷിച്ചോ താൻ ആരാണ്? മേ ഉഗ്രജാതേ, ഉഗ്രജാതനാണ്, അസുരകുലത്തിൽ ജനിച്ചവനാണ്. അസുരകുലത്തിൽ തന്നെ അസുരന്മാരില്
ഏറ്റവും ഉഗ്രതയുള്ള ആള് ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ട് ജനിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഞാൻ ഉഗ്രമായ ആസുരിക ഭാവത്തോടു കൂടിയിട്ടുള്ള ഒരാളുടെ പുത്രനായി ജനിച്ച താൻ എങ്ങനെ ഈ സത്വൈക താനമതയോ സാത്വിക പ്രവൃത്തികളിൽ മാത്രം മുഴുകിയവരായിട്ടുള്ള മഹാപുരുഷന്മാര് അവർക്ക് സാധിക്കാത്തതായിട്ടുള്ള കാര്യം തന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? എനിക്ക് എങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പ്രഹ്ലാദൻ പറയണത്. മന്യേ ധനാഭിജന രൂപ തപശ്രുതൗജ തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാതുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഈ രണ്ടാമത്തെ ശ്ലോകം അടുത്ത ഭാഗമായിട്ട് പറയാം. രാധേ രാധേ.